മുട്ട കാണും. കുത്തിയിരുന്ന് കൊന്നു. 2 ദിവസം ഒന്ന് ഉത്സാഹിച്ചാൽ മൂട്ടകളെ ഫാമിലിയോടെ നശിപ്പിക്കാം. വേറെ ജോലിയൊന്നുമില്ലല്ലോ. ആ പിന്നെ ഞാൻ നിന്നെ ഇവിടെ വന്ന് കണ്ടോളാം. നീ വീട്ടിലേക്ക് എന്നെ അന്വേഷിച്ച് വരരുത് പ്ലീസ്. എന്നാൽ ഞാൻ വരട്ടെ, പിന്നെ കാണാം. ഓൾ ദി ബെസ്റ്റ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഒടുവിൽ കമ്മിറ്റി ചില സുപ്രധാന തീരുമാനങ്ങൾ എടുത്തേക്കുക. കോളനിയിലെ കാര്യങ്ങളെ പറ്റി മിസ് മാധവൻ അറിയാലോ. ഐഡിയ മുന്നോട്ട് വെച്ചത് ഞാൻ തന്നെയാ. 10 രൂപ വെച്ച് മിസ് മാധവനും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. എന്തിന്? ശമ്പളം കൊടുക്കാനാ. ആർക്ക്? കോളനി കാവലിന് ഒരു ഗൂർഖയെ നിർത്തണമെന്നുള്ള എന്റെ അഭിപ്രായം എല്ലാവരും അംഗീകരിച്ചിരിക്കുകയാണ്. കാവലോ? അതിന് മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. കൂടുതൽ സംഭവിക്കുന്നതിന് മുമ്പ് ഒരു തയ്യാറെടുപ്പ് നല്ലതല്ലയോ? എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ 10 രൂപ പ്രശ്നത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കിയേക്ക്. ബുദ്ധിമുട്ടാണ്. മാസത്തിൽ വെറും 10 രൂപ കൊടുത്തിരായോ? അതുകൊണ്ട് പ്രയോജനം എന്തെങ്കിലും വേണ്ടേ? ഈ കാവലിൽ നിന്ന് എന്റെ ഓഫീസ് അവോയ്ഡ് ചെയ്തേക്ക്. മിസ്റ്റർ മാധവൻ, അങ്ങനെ നിങ്ങൾ മാത്രം മാറി നിൽക്കുന്നത് ശരിയാവത്തില്ല. 50 വീട്ടുകാർ ചേർന്ന് 500 രൂപ ഗൂർഖയ്ക്ക് കൊടുക്കാനാണ് തീരുമാനം. അതിലും കുറച്ച് ശമ്പളത്തിന് നല്ലൊരു ഗൂർഖയെ ഇക്കാലത്ത് എവിടുന്ന് കിട്ടാനാ? ഗൂർഖകളായിട്ട് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. ഈ 500 രൂപയുടെ ഗൂർഖയെ കിട്ടിയോ? ഇപ്പൊ പഴയതുപോലെയല്ല. ഗൂർഖകൾക്കൊക്കെ വലിയ ക്ഷാമം. പത്രത്തിലൊരു പരസ്യം കൊടുത്താലോ എന്ന് ആലോചിക്കുക. അപ്പോ മിസ്റ്റർ മാധവൻ സഹകരിക്കില്ലേ? ഇല്ല. ഞാൻ ഈ കോളനിയിലെ താമസക്കാരനല്ലല്ലോ. അത് വേണ്ട, അത് ശരിയാവില്ല. പുറത്ത് ബോർഡ് കണ്ടാ തോന്നില്ല ആത്രത്തിന് വലിയ ദാരിദ്ര്യം ഉണ്ടെന്ന്. ഇവിടെ കുറച്ച് ദാരിദ്ര്യമുണ്ട്. ഗൂർഖ ഈ സ്ത്രീയുടെ തലക്കല് താറാറില്ലല്ലേ? I was so separated from the world of love, removed from her touch, her voice, even from her very presence. ചേച്ചി ഇനി അകത്തോട്ട് പോരെ. ഇനി അങ്ങനെ ചീത്തവിളിയാക്കണ്ട. ഏയ്, അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. കോളനിയുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ Very lonely night. അയാളെ ഒന്ന് ഉപദേശിച്ചോ. I lay എനിക്ക് മനസ്സിന് ഒരു സമാധാനവും ഇല്ല. ഏയ്, I saw nothing, not even a ray of hope. Not even a ray of hope. പ്രൊഫസർ സാർ, ഈ കോളനിയുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ അങ്ങയെ ഉപദേശിക്കാൻ പോവാണ്. മദ്യം വിഷമാണ്. മദ്യപാനികൾ ഈ സമൂഹത്തോട് Sorry. ഇയാളൊന്ന് നേരത്തെ ഫിറ്റായോ? സംസ്കാരമില്ലാത്ത മനുഷ്യൻ. ഏതോർത്തെ പ്രേമിച്ചെന്നും പറഞ്ഞ ഈ പരാക്രമം. ഇവനെയൊക്കെ പറ്റിച്ചുകൊണ്ട് ആ പെണ്ണ് ഓടിപ്പോയതിൽ എന്താ തെറ്റ്? ചേച്ചി ഓഫീസിൽ വന്നപ്പോ ഞാൻ സ്വല്പം മൂഡ് ഔട്ട് ആയിട്ടിരിക്കുകയായിരുന്നു. ഗൂർഖക്ക് കൊടുക്കാൻ 10 or 20 രൂപ ഞാനും തന്നേക്കാം. പക്ഷെ ഒരു ഗൂർഖനെ വേണമെന്നുണ്ടോ? സാധാരണ വാച്ച്മാൻ പോരെ? പറ്റില്ല പറ്റില്ല പറ്റില്ല, ഗൂർഖ തന്നെ വേണം. നല്ല ആരോഗ്യമുള്ള ഒരു മലയാളി പോരെ? എന്താ ചേച്ചിയല്ലേ? ഗൂർഖയായാലേ കള്ളന്മാർക്കൊരു പേടി കാണും. മാത്രമല്ല, ഈ ഗൂർഖകൾ കുത്തിയാലും കൊന്നാലും ഒന്നും പോലീസ് കേസെടുക്കത്തില്ല. ഗൂർഖകൾക്ക് അങ്ങനെ ചില ഗുണങ്ങളുണ്ട്. ആര് പറഞ്ഞു? ഗൂർഖയുടെ കത്തിയെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. ഗൂർഖ കത്തി ഉറയുന്നെടുത്താ ആ കത്തി ചോര കാണാതെ തിരിച്ചു വെക്കത്തില്ല. അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ ഗൂർഖയൊന്നുമില്ല. വരുമോ നോക്കാലോ. പത്രത്തിൽ പരസ്യം കൊടുക്കാൻ പോവല്ലേ. ഗൂർഖ വേണ്ട ചേച്ചി. അതൊന്നും പറ്റില്ല. ഗൂർഖ തന്നെ വേണം. പിടിച്ചുപോയാലും ക്രിമിനൽ കുറ്റമൊന്നും അല്ലല്ലോ. ജീവിക്കാൻ വേണ്ടി ഒരു നുണ പറയുന്നു. അതും ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. മനസ്സാക്ഷിയുള്ള ഒരു കോടതിക്കും എന്നെ ശിക്ഷിക്കാൻ പറ്റില്ല. ഗൂർഖെങ്കിൽ ഗൂർഖ. പിന്നെ നീ ബോംബെ എന്ന് പറയാൻ ഹിന്ദിയൊക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ടാവില്ല അല്ലേ? ഏയ്, അത് പ്രശ്നമല്ല. കുറച്ച് പ്രശ്നമാണ്, പക്ഷെ പ്രശ്നമല്ല. ഗൂർഖയ്ക്ക് ആരെ വേണമെങ്കിലും കൊല്ലാത്രേ. പോലീസ് കേസെടുക്കില്ല എന്ന്. അയ്യോ, അവറ്റകളിൽ എന്നെ കൊണ്ട് ആരെങ്കിലും കൊല്ലിക്കോ? അങ്ങനെ ഒരു ഘട്ടം വരുമ്പോ മുങ്ങാം. കൊന്നിട്ട് മുങ്ങാനാ, കൊല്ലാതെ മുങ്ങാടോ. പിന്നെ അവര് പറയാ, ഒരു ഗൂർഖ അയാളുടെ കത്തി ഉറയെ നൂരിയ ചോര കാണാതെ തിരിച്ചു വെക്കില്ല എന്ന്. അതുകൊണ്ട് ജീവൻ പോയാലും കത്തി ഉറയെ നൂരരുത്. അല്ല, എന്നെ കണ്ടാൽ അസല് ഗൂർഖയുടെ കട്ടുണ്ട്. ചെല്ലുന്ന ചെല്ലലിൽ തന്നെ വീഴ്ത്തി കളയണം. കാക്കി ഉടുപ്പും ബെൽറ്റും തൊപ്പിയും ഈ പറഞ്ഞ കത്തിയും. ഒന്നും അറിയട്ടെ. भाइयों और बहनों, पत्र द्वारा में एक कॉलोनी को एक गुरखा का आवश्यकता मैंने पढ़ा, इसलिए मैं आ गई. എന്താ ആർക്കും ഹിന്ദി അറിയില്ല. മൂപ്പര് പറഞ്ഞത് മനസ്സിലായില്ലല്ലേ?
പത്രത്തിൽ പരസ്യം കണ്ട അനുസരിച്ച് ഇവിടെ ഒരു ഗൂർഖ ആവശ്യമുണ്ടെന്ന് നടത്തിട്ട് വന്നതാണ്. കണ്ടിട്ട് ഗൂർഖയാണെന്ന് തോന്നുന്നില്ലല്ലോ. 20 साल के पहले मैं केरल में आ गई. അതുകൊണ്ട് ഗൂർഖയാണെന്ന് തോന്നില്ല. പക്ഷെ ഞാൻ ഗൂർഖയാണ്. 20 साल കൊണ്ട് മലയാളം നന്നായി പഠിച്ചു. അസല് ഗൂർഖ. എന്താ പേരെന്താ? രാം സിംഗ് ഭീം സിംഗ് കാ ബേട്ട. ഓക്കെ, ഈ കോളനിയുടെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. 24 മണിക്കൂറും ഡ്യൂട്ടി ചെയ്യാൻ തയ്യാറാണോ? ഹാജി. ഏത് പെരുങ്കള്ളനെയും പിടിക്കാനുള്ള ധൈര്യമുണ്ടോ? ഒന്നുമില്ല. ഒരു ഗൂർഖയോട് ധൈര്യത്തെ പറ്റി ചോദിക്കേണ്ട ആവശ്യമില്ലാന്ന്. ഓരോ വയ്യാവിനെ എടുത്ത് തല വെക്കണ്ട അമ്മച്ചി. എന്തോന്ന് വയ്യാവേലി? ഇവിടെ ഒരു കാവക്കാരൻ അത്യാവശ്യം തന്നെയാ. ഗൂർഖ എത്രയും പെട്ടെന്ന് കള്ളനെ പിടിച്ച് ഞങ്ങളെ കൈ തരണം. ഹാജി. ലേക്കിൻ നമുക്ക് ഘർ ചാഹിയേ. 24 hours ഡ്യൂട്ടി ആണ്. അതായത് 24 മണിക്കൂറും ഡ്യൂട്ടി ആവുമ്പോ എവിടെ താമസിക്കുമെന്നാണ് ഗൂർഖ ചോദിക്കുന്നത്. അതിന് ഇയാളെ സെലക്ട് ചെയ്തില്ലല്ലോ. ഇനി എന്തോന്ന് സെലക്ട് ചെയ്യാൻ? ഇയാള് തന്നെ മതി. നല്ല ആരോഗ്യം, കത്തിയുണ്ട്. പോരാതെ ഈ ഗൂർഖയുടെ അഭ്യാസങ്ങളും നമ്മൾ കണ്ടില്ലേ? ഇയാൾ തന്നെ മതി. മതി. പകൽ സമയത്ത് ആവശ്യക്കാർക്ക് അരി സാധനങ്ങൾ എത്തിച്ചു കൊടുക്കണം. അതാ ഇങ്ങോട്ട്. ഇവിടെ രാത്രിയിലേ ഉറങ്ങരുത്. അതെ, ഉറങ്ങാൻ പാടില്ല. പിന്നെ നമ്മളെ ടൂറിന് പോകുമ്പോ കൊണ്ടുപോയ ടെന്റ് ഉണ്ടല്ലോ, അത് ഇയാൾക്ക് കൊടുക്കാം. അത് അവിടെ കെട്ടി താമസിക്കാം കേട്ടോ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിന്റെ പേരെന്താണ്? രാം സിംഗ്. ശ്രീമാൻ രാം സിംഗിനെ നമ്മുടെ കോളനിയിലെ ഗൂർഖയായി ഞാൻ നിയമിച്ചു.